നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ഉണ്ണി ആർ രചിച്ച തിരുവിളയാടൽ എന്ന കഥാസമാഹാരത്തിലെ തിരുവിളയാടൽ എന്ന കഥ കേൾക്കാം. ഇതൊരു പഴയ വീടാണ്. ഇവിടെ താമസിച്ചിരുന്ന കുഞ്ഞിലക്ഷ്മി അമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു. ഏകമകൻ കൊച്ചിയിൽ കുടുംബസമേതം താമസമാണ്. ഇടയ്ക്ക് വരും. 1-2 ദിവസം താമസിക്കും. വീടിന് മുന്നിലെ ഓലമേഞ്ഞ പന്തൽ കുഞ്ഞിലക്ഷ്മി അമ്മയുടെ ആഗ്രഹപ്രകാരം കെട്ടിയതാണ്. ഇവിടെ ഇരുന്നാണ് ബ്രഹ്മവിദ്യാ പഞ്ചകവും നിർവൃതി പഞ്ചകവും ചിജ്ജട ചിന്തനവും ചർച്ച ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ബ്രഹ്മവിദ്യാ പഞ്ചകം ചർച്ച ചെയ്ത് തീർന്നു കഴിഞ്ഞ് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞു, അടുത്തത് ആത്മോപദേശ ശതകം. അടുത്ത വർഷം ഞാനില്ലെങ്കിലും സാറ് ഇവിടെ വരണം, ആത്മോപദേശ ശതകം ചർച്ച ചെയ്യണം. കുഞ്ഞിലക്ഷ്മി അമ്മ ആഗ്രഹം മറച്ചു വെച്ചില്ല. കുട്ടികളുടേത് പോലൊരു ചിരിയായിരുന്നു അതിനുള്ള മറുപടി. ആ വർഷം അവസാനിക്കും മുൻപ് കുഞ്ഞിലക്ഷ്മി അമ്മ മരിച്ചു. മുറ്റത്തിട്ടിരുന്ന പന്തൽ പുതിയ ഓല കൊണ്ട് മേഞ്ഞ ശേഷം കുഞ്ഞിലക്ഷ്മി അമ്മയുടെ മകൻ സാറിനെ വന്ന് ക്ഷണിച്ചു. അമ്മയില്ലെങ്കിലും സാറിനെ അറിയാലോ, അമ്മയുടെ ആഗ്രഹമായിരുന്നു. ആ വാചകം പൂർത്തിയാക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കുറച്ച് എഴുത്തുപണികളിലാണ്, അടുത്ത ആഴ്ച തുടങ്ങാം. മകന് സന്തോഷമായി. ഇറങ്ങും മുൻപ് ക്ഷമാപണം പോലെ അയാൾ പറഞ്ഞു, എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷേ ജോലി. അയാളുടെ കയ്യിൽ വാത്സല്യത്തോടെ പിടിച്ചിട്ട് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞു, ജോലി കളഞ്ഞിട്ടൊന്നും നിൽക്കണ്ട. ഈ 6-7 പേർക്ക് വേണ്ടി എന്തിനാണ് പ്രകാശ മൈക്ക്? സാറ് ചോദിച്ചു. 4-5 കൊല്ലമായി സ്ഥിരമായി പറയാറുള്ള ഉത്തരം വിനയത്തോടെ പ്രകാശൻ ഇത്തവണയും ആവർത്തിച്ചു. സാറ് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, ഞാൻ മൈക്ക് വെക്കും. മൈക്കിന് പ്രകാശൻ കാശ് വാങ്ങില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് ഒറ്റപ്പോക്കാണ്. പ്ലാവിൻ്റെ മണ്ടയിൽ തെക്കോട്ടും വടക്കോട്ടും 2 കോളാമ്പികൾ, തെങ്ങിൻ തലപ്പത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 കോളാമ്പികൾ. തുടക്കം ഇങ്ങനെയായിരുന്നു. അധിക ശബ്ദം കൊണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുതെന്ന സാറിൻ്റെ നിർബന്ധം കൊണ്ടാണ് തെങ്ങിലെ കോളാമ്പികൾ അഴിച്ചുമാറ്റിയത്. എല്ലാവർക്കും എൻ്റെ പ്രണാമം എന്ന ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ആമുഖവന്ദനം പ്ലാവിൻ തലപ്പത്തു നിന്ന് സ്ഫുടമായി ഉച്ചരിക്കപ്പെട്ടു എന്ന് ഉറപ്പായാൽ മാത്രമേ പ്രകാശൻ സഹായിയെ അവിടെ നിർത്തിയിട്ട് തൻ്റെ മറ്റു പണികൾക്കായി പോകൂ. ആ ദിവസം വൈകുന്നേരവും ഉച്ചഭാഷിണികൾക്ക് താഴെ പ്രകാശൻ നിന്നു. ഗുരുദേവന് പ്രണാമം, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ശാന്തസ്ഫുടമായ ശബ്ദത്തിൽ അദ്ദേഹം തുടർന്നു. ഗുരുദേവ കൃതിയായ ആത്മോപദേശ ശതകമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പ്രകാശൻ ആകാശത്തിലേക്ക് വിലയം കൊള്ളുന്ന ആ നാദത്തിലേക്ക് ആനന്ദവും സമാധാനവും നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നിട്ട് സൈക്കിളുമെടുത്ത് പോയി. പ്രകാശൻ്റെ വേഗത്തിനു ചുറ്റും ആ ശബ്ദം അധിക വേഗമില്ലാതെ സഞ്ചരിച്ചു. ഗുരുദേവൻ അരുവിപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ഈ കൃതി രചിക്കുന്നത്. അന്ന് കൂടെയുണ്ടായിരുന്നവർ ഇത് പകർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. കുറേ കാലം കൊണ്ട് പലരുടെയും പകർപ്പിൽ നിന്ന് ഭിന്നങ്ങളായ പാഠങ്ങൾ പല പദ്യങ്ങളിലും കടന്നുകൂടി. പിന്നീട് ഇത് വിവേകോദയത്തിൽ പ്രസിദ്ധീകരിച്ചു. വിവേകോദയത്തിൽ വന്ന പദ്യങ്ങൾ കേട്ട ഗുരുദേവൻ പലതും തിരുത്തി പറഞ്ഞുകൊടുത്തു. ഗുരുദേവനാൽ നോട്ടക്കുറവ് പരിഹരിച്ച കൃതിയാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. ആത്മാവിനെ നമുക്ക് വ്യക്തമായി വിവരിച്ചു തരുന്ന 100 ശ്ലോകങ്ങളടങ്ങുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം. ആ നിലയ്ക്ക് എന്താണ് ആത്മാവ്? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽപ്പെടുന്ന പ്രപഞ്ചം എന്താണ്? ഇതെല്ലാം ഗുരുദേവ കൃതിയെ ആസ്പദമാക്കി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വരൂപം. അതെന്താണ്? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം, ഇതാണ് ആത്മാവ്. നമ്മളൊക്കെ ബോധമാണ്. ഇത് ആദ്യമേ ധരിക്കുക. എന്താണതിൻ്റെ അനുഭവം? ഉണ്ട് എന്ന അനുഭവം. ഞാനുണ്ട് എന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഞാനില്ല എന്ന് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇല്ല എന്ന് അനുഭവിക്കണമെങ്കിൽ പോലും ബോധം വേണം. ഈ ബോധം സർവത്ര ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം, അതുകൊണ്ടാണതിനെ അഖണ്ഡബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവ് തന്നെയാണ് ബോധം. ആ ബോധമാണ് ബ്രഹ്മം. അതെ, ഒന്ന് നിർത്തിക്കേ. കനത്തിലുള്ള ഒരൊച്ച. ഇതെന്ത് ഏർപ്പാടാണ്? സാറ് നോക്കി. നല്ല ഉയരമുള്ള ദൃഢശരീരിയായ ഒരാൾ. നിങ്ങളിങ്ങനെ മയക്കു വെച്ചുകൊണ്ട് അലറിക്കൊണ്ടിരുന്നാൽ അയൽപ്പക്കക്കാർക്ക് ചെവിതല കേൾക്കണ്ടേ? ആർക്കും ഒന്നും മനസ്സിലായില്ല. ദേ, ആ പുതിയ വീടില്ലേ, അതെൻ്റെ വീടാണ്. 2 മാസമേ ആയിട്ടുള്ളൂ താമസം തുടങ്ങിയിട്ട്. ബാലകൃഷ്ണൻ നായർ സാറ് കസേരയിൽ നിന്നും എഴുന്നേറ്റു. ആഗതനായി തൻ്റെ കസേര നീക്കിയിട്ടിട്ട് പറഞ്ഞു, ഇരിക്കൂ.
ഇരിക്കാനൊന്നും വന്നതല്ല. സിറ്റിയിലെ ബഹളത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് വീട് വെച്ചത്. ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ? അങ്ങേക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മൈക്ക് ഉപയോഗിക്കുന്നില്ല. ബുദ്ധിമുട്ടാണ്. കുറച്ചുനേരം മിണ്ടാതെ നിന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ബാലകൃഷ്ണൻ. മുഴുവൻ പേര്? ബാലകൃഷ്ണൻ നായർ. ഇവിടിപ്പം എന്നാ പരിപാടി? ശ്രീനാരായണ ഗുരുദേവ കൃതികളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. ബാലകൃഷ്ണൻ നായർ എന്നല്ലേ പറഞ്ഞത്? അതെ. അരുതാത്തതെന്തോ കണ്ടുപിടിച്ച സാമർത്ഥ്യത്തിൽ തലയാട്ടിയിട്ട് അയാൾ പറഞ്ഞു, ഞാൻ DGP ആയിരുന്നു. പേര് ദാമോദരൻ. ദേ ഇപ്പം റിട്ടയർ ചെയ്തിട്ടേയുള്ളൂ. സാറ് ചിരിച്ചു. അയാൾ പോകും മുൻപ് പ്രകാശൻ്റെ സഹായിയോട് പറഞ്ഞു, എടാ മൈക്ക് ഓഫ് ചെയ്യ് കേട്ടോ, ഇല്ലേ നിന്റെ കിഡ്നാപ്പെല്ലാം കൂടി എടുത്ത് തോട്ടിൽ കളയും. അവൻ പേടിയോടെ തലയാട്ടി. അയാൾ പോയിക്കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സാറ് തുടർന്നു. ഞാൻ ബ്രഹ്മം, എൻ്റെ ശത്രു ബ്രഹ്മം, എൻ്റെ മിത്രങ്ങൾ ബ്രഹ്മം, അച്ഛനും അമ്മയും മക്കളും എല്ലാം ബ്രഹ്മം. ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അനുഭവം നിറഞ്ഞു തിങ്ങുന്ന പദ്യങ്ങളിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം, ഈ കാണുന്നതൊക്കെ ഈശ്വരൻ, ബ്രഹ്മമാണ് ഈശ്വരൻ, നമ്മളൊക്കെ ആ ഈശ്വരൻ്റെ അംശങ്ങൾ. അതിനാൽ രാഗദ്വേഷങ്ങൾ വെടിയൂ, ഞാൻ നീ എന്ന ഭേദചിന്ത വെടിയൂ. ഈ അടിസ്ഥാന തത്വം ഓർമ്മിക്കുമെങ്കിൽ ആദ്യത്തെ 4 പദ്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും. കരുവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. ഈ തത്വം ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കാം. ഗുരുദേവൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഇന്ന് ഇത് കഴിച്ചിട്ടാവാം. അതുപോരെ സാറേ? പത്രക്കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന മുറുക്ക് നീട്ടിയിട്ട് മഹേശ്വരൻ പിള്ള ചോദിച്ചു. മുറുക്കിനാണോ എൻ്റെ പല്ലിനാണോ ബലമെന്ന് നോക്കാനുള്ള പരീക്ഷണമാണല്ലേ? മുറുക്ക് എടുത്തുകൊണ്ട് സാറ് ചോദിച്ചു. സാറൊന്ന് കടിച്ചു നോക്ക്. തൻ്റെ പലഹാര വൈഭവത്തെ മഹേശ്വരൻ പിള്ള അതിശയോക്തിയിൽ പൊതിഞ്ഞു. വെണ്ണ പോലെ ഇരിക്കും. എങ്കിൽ പിന്നെ വെണ്ണ പോരായിരുന്നില്ലേ? സാറ് ചിരിച്ചു. മുറുക്ക് രുചിച്ചു പറഞ്ഞു. മുറുക്ക് വെണ്ണ തന്നെ, വെണ്ണ തന്നെ മുറുക്ക്. മഹേശ്വരൻ പിള്ളയുടെ മുഖം തെളിഞ്ഞു. എല്ലാവർക്കും എൻ്റെ പ്രണാമം എന്ന് പറഞ്ഞ് 2ാം ദിവസത്തിലെ ആത്മോപദേശ ശതകത്തിലെ അടുത്ത പദ്യത്തിലേക്ക് അദ്ദേഹം കടന്നു. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം. അതെ, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? ശബ്ദം കേട്ടിടത്തേക്ക് സാറ് നോക്കി. ഇതെന്നാ ഏർപ്പാടാണിത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ബാലകൃഷ്ണൻ നായർ സാറ് എഴുന്നേറ്റ് അതിഥിക്ക് ഇരിക്കാനായി കസേര നൽകി. ഇരിക്കുന്നില്ലെന്ന് ആംഗ്യം കാട്ടിയിട്ട് അയാൾ പറഞ്ഞു, ചെവിതല കേൾപ്പിക്കില്ലേ മിസ്റ്റർ? മൈക്ക് ഒഴിവാക്കിയല്ലോ സാർ. ഇതിലും ഭേദം മൈക്കായിരുന്നു. ഇതിപ്പോൾ എന്നാ അലർച്ചയാണ്. പിള്ളേർക്ക് പഠിക്കണ്ടേ? കുട്ടികൾ പഠിക്കണം, അതിനെന്താ സംശയം ദാമോദരൻ സാറേ? നിങ്ങളിവിടെ കിടന്നിങ്ങനെ അലറിയാൽ എങ്ങനെ പഠിക്കും? എൻ്റേതപ്പോൾ ഒരു സിംഹഗർജനമാണല്ലേ. അങ്ങനെയെങ്കിൽ അതൊഴിവാക്കാം. ചെറിയൊരു ചിരിയോടെ സാറ് പറഞ്ഞു. ഒഴിവാക്കണം? അങ്ങിപ്പോൾ സമാധാനമായി പോകൂ, വഴിയുണ്ടാക്കാം. അതെ, നിങ്ങൾ വഴിയുണ്ടാക്കിയില്ലേൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാറ് തലയാട്ടി. കുറച്ചുനേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ? അതല്ലേ ഇത്രയും നേരം പറഞ്ഞത്, ബുദ്ധിമുട്ടാകുമെന്ന്. നിങ്ങൾക്കെന്നാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ശരിയെന്ന് പറഞ്ഞിട്ട് അയാളെ സ്നേഹത്തോടെ യാത്രയാക്കി. നാളെ മുതൽ ഇവിടെ ഇരിക്കണ്ട, വീടിനുള്ളിൽ ഇരിക്കാം. താക്കോൽ മഹേശ്വരൻ്റെ കയ്യിലില്ലേ? മഹേശ്വരൻ തലയാട്ടി. പിറ്റേന്ന് വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ സാറ് പറഞ്ഞു, ജനലുകൾ തുറന്നിടണ്ട. ദാമോദരൻ അവർക്ക് ഇനി അതൊരു വിഷമമാകണ്ട. എല്ലാവർക്കും എൻ്റെ പ്രണാമം. എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പിയിട്ട് ഇന്നലെ തുടരാനാവാതെ നിർത്തിയ പദ്യം ചൊല്ലാൻ തുടങ്ങി. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം. പരവിളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിയിടേണം. പെട്ടെന്നാണ് അടഞ്ഞുകിടക്കുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് പുറത്തുനിന്നാരോ അതെ ഒന്ന് തുറന്നേ എന്ന് പറയുന്നത്. സാറ് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ചെറുപ്പക്കാരനായ ഒരു SI ആണ് മുന്നിൽ. സാറ് അദ്ദേഹത്തിന് നേർക്ക് കൈകൾ കൂപ്പി. അയാൾ തിരിച്ചും. വരൂ, SIയെ ക്ഷണിച്ചു. അയാൾ മുറിയിലേക്ക് കയറി. കസേര നീക്കിയിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞെങ്കിലും അയാൾ ഇരുന്നില്ല. ഇവിടെ ആളുകൾ കൂട്ടം കൂടി ഒച്ച വെച്ച് അയൽപ്പക്കക്കാർക്ക് ശല്യമുണ്ടാക്കുന്നുവെന്ന് ഒരു പരാതിയുണ്ട്. സാറ് സൗമ്യമായി ചിരിച്ചു. പാതിരാത്രി വരെ ബഹളമുണ്ടെന്നാണ് പരാതി. അപ്പോഴും സാറ് സൗമ്യമായി ചിരിച്ചു. ഇനി അത് തുടർന്നാൽ അറിയാലോ. അയാൾ ഒരു വർഷം നിശബ്ദമായി തുടർന്നു. അപ്പോൾ ഈ പരിപാടി നിർത്തുന്നതല്ലേ നല്ലത്?
മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യവും ആരും ചെയ്യരുത്. അങ്ങ് പറഞ്ഞതുപോലെയാവട്ടെ. ഇനി ഞങ്ങളെ ഇവിടെ കാണില്ല. അത് മതി. പക്ഷെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പോകണം. അങ്ങനാവട്ടെ എന്ന് പറഞ്ഞ് SIയെ അദ്ദേഹം യാത്രയാക്കി. അല്ല സാറേ, ഇവരിങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കണോ? SI പോയി കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ പിള്ള മടിച്ചു ചോദിച്ചു. ഒരുവനു നല്ലതും മഞ്ഞു നല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോരൈരിക നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഇതും ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. ഗുരുദേവൻ പറഞ്ഞത് സമയം പോലെ മനനം ചെയ്തിട്ട് തീരുമാനിക്കൂ. നമ്മളിനി ഇവിടെ വരണോ വേണ്ടയോ എന്ന്. മഹേശ്വരൻ പിള്ള തലയാട്ടി. എടോ, താൻ മിനിയാന്ന് അവിടെ പോയി പറഞ്ഞതല്ലേ? CI SIയെ വിളിച്ചു ചോദിച്ചു. അതെ സർ, ഇനി മുതൽ ഒരാളും അങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെ രാത്രിയിൽ വയസ്സന്മാരെല്ലാം കൂടി അവിടെ കൂടിയാ എന്നാണല്ലോ പറയുന്നേ? ഇല്ല സർ, 2 പോലീസുകാരെ മഫ്തിയിൽ ഡ്യൂട്ടിക്കിട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല. എടോ, എന്നിട്ട് അയാൾ ആ മാടൻ ദാമോദരൻ പറയുന്നേ അവിടെ ആൾ വന്നെന്നാണല്ലോ. അതിപ്പോൾ സാറേ, ഇവനൊന്നും റിട്ടയർ ചെയ്താലും മനസ്സമാധാനം തരത്തില്ലല്ലോ. താനൊരു കാര്യം ചെയ്, ആ ക്ലാസ് എടുക്കുന്ന അങ്ങേരെ ഒന്ന് വാച്ച് ചെയ്യാൻ 2 പോലീസുകാരെ ഇട്. മാടൻ വിളിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് അങ്ങേരുടെ വീട് വരെ പോയിട്ട് വരാം. എടോ, താൻ പറഞ്ഞത് വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം സർ. CIയെ കണ്ടതും ദാമോദരൻ ഒരു കടലാസ് എടുത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങി. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തനി ശുനിചൈവ സ്വപാകെ ച പണ്ഡിത സമദർശിന. തനിക്ക് വല്ലതും മനസ്സിലായോ? CI ഇല്ലെന്ന് തലയാട്ടി. സംസ്കൃതമാ, എനിക്ക് കുന്തമുട്ട് അറിയത്തില്ലെന്നും തനിക്കറിയാലോ. CI തലയാട്ടി. ഇന്നലെ രാത്രി പതുങ്ങി ഇരുന്ന് എഴുതിയെടുത്തതാ അയാൾ. എന്നിട്ട് ഇതിൻ്റെ അർത്ഥവും അവന്മാർക്ക് പറഞ്ഞുകൊടുത്തു. എന്നാ സാറേ അർത്ഥം? വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും പട്ടിയിലും ആനയിലും ചണ്ഡാലനിലും ഒരേ ബ്രഹ്മത്തെ കാണുന്നവനാണ് പണ്ഡിതനെന്ന്. കണ്ണിനടുത്തേക്ക് ചേർത്ത് വെച്ച കടലാസ് മാറ്റിയിട്ട് ദാമോദരൻ ചോദിച്ചു. പോക്രിത്തരമല്ലേടോ ഈ പറയുന്നത്? അതായത് നമ്പൂരിയും പട്ടിയും ഒന്നാണെന്ന്? ശരിയാ സാറേ, ഇത് കുറച്ച് കടന്നുപോയി. തനിക്കും അത് തോന്നിയില്ലേ? ഒരു കാര്യം ചെയ്, കൈയോടെ പോയി അയാളെ പൊക്ക്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള തരവഴി പറയരുത്. സർ, അതിപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങേര് വീടിന് പുറത്ത് പോയിട്ടില്ല. 24 hours ആളെ ഇട്ടിട്ടുണ്ട്. ദേ ഇവിടെയും മഫ്തിയിൽ ആളുണ്ട്. ഇവിടെങ്ങും ആരും വന്നിട്ടുമില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ തോന്നലാണെന്നാണോ താൻ പറയുന്നത്? എടോ, തൻ്റെ കൂതിയിലെ മഞ്ഞൾ മാറാത്ത പ്രായത്തിൽ കാക്കിയിൽ കയറിയവനാ ഞാൻ. എന്നെ പഠിപ്പിക്കണ്ട. എന്തു ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം. CI കുറച്ചുനേരം മിണ്ടാതിരുന്നിട്ട് സാറതിങ്ങ് താ, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ജാതി അധിക്ഷേപം കുറിച്ച കടലാസ് വാങ്ങി. ബാലകൃഷ്ണൻ നായർ സാർ പോലീസുകാരൻ വായിച്ചത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടു. ഇടയ്ക്ക് 1-2 വാക്കുകളുടെ ഉച്ചാരണം തിരുത്തി. ഇത് നിങ്ങൾ പറഞ്ഞതാണോ? പോലീസുകാരൻ ചോദിച്ചു. ഞാനല്ല, ഗീത. അത് മതി, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. പോലീസുകാരന് ആശ്വാസമായി. എന്നാൽ ശരി സാറേ എന്നും പറഞ്ഞ് എണീറ്റ പോലീസുകാരനോട് അല്പനേരം കൂടി ഇരുന്നാൽ ഊണ് കാലാവും, കഴിച്ചിട്ട് പോകാം എന്ന് ബാലകൃഷ്ണൻ നായർ സാർ പറഞ്ഞു. തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരൻ പോയി. അപ്പോൾ പരാതി ശരിയാണല്ലേ? CI ചോദിച്ചു. അതെ സർ, അങ്ങേരല്ല പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത്. പിന്നാരാ? ഗീത ആണെന്നാ പറയുന്നേ. എന്നാൽ പോയി അവളെ പൊക്ക്. ഭഗവത്ഗീത. എന്ത് പണ്ടാരമാണോ! IG-യും DIG-യും ഒക്കെ വിളിച്ച് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. എടോ, അവിടെ ആ കുഞ്ഞിലക്ഷ്മി അമ്മയുടെ വീട്ടിൽ ആരും ചെല്ലുന്നില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ് സർ. ആ വീടിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് കാര്യം പറഞ്ഞില്ലേ? പുള്ളിക്കാരൻ ഇപ്പോൾ ഡൽഹിയിലാ. അടുത്ത ആഴ്ചയെ വരൂ. ആ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞയാൾ വീടിന് പുറത്ത് പോകുന്നില്ലെന്നും ഉറപ്പല്ലേ? ഉറപ്പാണ് സർ. എനിക്കറിയില്ല എന്നാ ചെയ്യുമെന്ന്. അങ്ങേര് രാത്രി വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടെന്നാണ് മാടൻ പറയുന്നത്. സംശയമുണ്ടേൽ സാറ് രാത്രിയിൽ ആ വീട്ടിലൊന്ന് പോയി നോക്ക്. കുറച്ചുനേരം എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്നിട്ട് CI പറഞ്ഞു. അതേ വഴിയുള്ളടോ, അല്ലെങ്കിൽ ആ മാടൻ എനിക്ക് മനസമാധാനം തരില്ല. പോലീസ് ജീപ്പ് കുഞ്ഞിലക്ഷ്മി അമ്മയുടെ വീടിന് 2 ഫർലോങ് ദൂരത്ത് മാറ്റിയിട്ടിട്ട് CI നടന്ന് ദാമോദരൻ്റെ വീട്ടിലെത്തി. ധൈര്യത്തിന് തനിക്ക് 2 അടിക്കണോ? ദാമോദരൻ ചോദിച്ചു. വേണ്ട സർ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വീടിൻ്റെ പിന്നിലെ മതിൽ വഴി ചാടാം. അവിടാവുമ്പോൾ മതിലിന് പൊക്കക്കുറവുണ്ട്. CI തലയാട്ടി. എടോ, ഇവന്മാർ നക്സലൈറ്റുകളെ പോലാ, ഒളിപ്പോരാളികളാ. നടക്കുന്നതിനിടയിൽ ദാമോദരൻ പറഞ്ഞു. ഒരാളും അറിയാതെ വന്നു കയറും. സാറേ, ചുറ്റും നമ്മുടെ ആൾക്കാരുണ്ട്. എടോ, കാര്യമില്ല. ഇവന്മാർക്ക് ചാത്തൻ സേവയുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ദാമോദരൻ ആദ്യം മതിൽ ചാടി, പിന്നാലെ CIയും.
വടക്കുള്ള ആ മുറിക്കുള്ളിലാണ് പരിപാടി. ഒച്ച താഴ്ത്തി ദാമോദരൻ പറഞ്ഞു. ജനലിനോട് ചേർത്ത് ചെവി വെക്കണം, എന്നാലേ കേൾക്കൂ. മെല്ലെയാണ് പറയുന്നത്. വടക്കേ മുറിയുടെ ജനലിനടുത്തേക്ക് ഓരോ പാദവും ഇരുട്ടിലൂടെ സൂക്ഷിച്ചു വെച്ച് അത്രയും ഒച്ചയടക്കി രണ്ടുപേരും എത്തി. ചെവി ചേർക്ക്. CI ചെവി ചേർത്തു. കേൾക്കാമോ? ഇല്ല. മറ്റെല്ലാം വിട്ടിട്ട് ഉള്ളിലോട്ട് മാത്രം ശ്രദ്ധിക്കും. ദാമോദരൻ പറഞ്ഞതുപോലെ CI ഉള്ളിലേക്കു മാത്രം ശ്രദ്ധിച്ചു. പറയുന്നത് ഈ കടലാസിലോട്ട് എഴുതിയെടുക്ക്. CI തലയാട്ടി. CI കണ്ണടച്ച് കേൾക്കുന്നത് നോക്കി ദാമോദരൻ നിന്നു. എഴുതിയെടുക്ക്. സമയം മെല്ലെ മെല്ലെ പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ പറയുന്നത്? ജനലിൽ നിന്നും ചെവിയെടുത്തിട്ട് ഒരു നിമിഷം ഒന്നും പറയാതെ അയാൾ ദാമോദരനെ നോക്കി. എന്താ കേട്ടത്? CI ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ദാമോദരൻ്റെ ക്ഷമ തെറ്റി. കണ്ണടച്ച് നിൽക്കാതെ എഴുതിയെടുത്തത് വായിക്ക്. കണ്ണുകൾ തുറന്ന് സ്നിഗ്ധശാന്ത ശബ്ദത്തിൽ അയാൾ വായിച്ചു. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരാതിയുമില്ല നാമരൂപം. മരുവിലമർന്ന മരീചിനീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. ചെറിയൊരു വിജയത്തിൻ്റെ ആനന്ദം ദാമോദരൻ്റെ വാക്കിൽ സ്ഫുരിച്ചു. ഞാൻ പറഞ്ഞതൊന്നും കള്ളമല്ലെന്ന് പിടികിട്ടിയില്ലേ? പിടികിട്ടി. എന്നാ കയ്യോടെ അറസ്റ്റ് ചെയ്. ഉള്ളിൽ നിന്നാണോ? അതെ. CI സംശയിച്ചു. അതോ പുറത്തോ? അയാൾ പറയുന്നതെന്തെന്ന് മനസ്സിലാവാതെ നോക്കിയപ്പോൾ മുന്നിലാരോ പ്രതിഷ്ഠിച്ച കണ്ണാടിയിൽ ദാമോദരൻ കണ്ടു മൗനത്തെ നിറയുന്നൊരു നാവികനെ.